നാട്ടിൽ വന്നപ്പോൾ നാടൻ സാധനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയിട്ട്. അപ്പോൾ അതങ്ങനെ നൈബർ കുറച്ച് ചാമ്പയ്ക്ക തന്നിരുന്നു. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചാമ്പയ്ക്ക എങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്നാൽ പിന്നെ ഇതൊരു അച്ചാറുണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടാവുന്ന. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സിമ്പിൾ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചു. പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. 2 മുതൽ 3 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു. കടുകിട്ടു. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഒരു 8-10 ഉലുവേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 1-2 ചുവന്ന മുളകും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി തീ കുറച്ച് വെച്ചു. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ്. ഒരു 3-4 വെളുത്തുള്ളി ഉണ്ടായിരുന്നു ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അത് നന്നായി വന്നിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വഴറ്റി വന്നതിൽ ഇനി നമുക്കൊരു 2 ടീസ്പൂണോളം നല്ല മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/8 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/8 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്യാൻ പാടില്ലേ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കുക. ഇതിൽ കരിഞ്ഞ് പോകരുത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ ഒരു പകുതി നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി, വാളംപുളി തന്നെയാണ്, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അതൊരു 1/4 കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നമ്മളുടെ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കരയുടെ പീസാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ശർക്കര പാനിയായിരുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം അത് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒന്ന് കുറുക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട. ഇനി അതിലേക്ക് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചാമ്പയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാമ്പയ്ക്ക ഇതിപ്പോൾ നമ്മൾ വെറുതെ കഴിക്കാനും ഇത് അച്ചാർ നല്ലതാണ്. അധികം എന്താ പറയുക, ഒരുപാട് ദിവസമൊന്നും ഈ ചാമ്പയ്ക്ക അച്ചാർ ഇരിക്കുകയില്ല. ഇനി അതിനെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുത്തതുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് അടച്ചൊരു 2-3 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യാം. ചാമ്പയ്ക്ക ഒന്ന് സോഫ്റ്റ് ആവുക വേണ്ട, ഒരുപാട് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റിൽ കൂടുതൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ ചാമ്പയ്ക്ക അച്ചാർ റെഡി. ഇതിപ്പോൾ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അതല്ല നിങ്ങൾക്കിപ്പോൾ നാളെയാണ് എടുത്ത് കഴിക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടി അതിൽ നിന്ന് ഓയിലും വെള്ളമൊക്കെ ഒന്ന് റിലീസായിട്ടുണ്ടാവും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലിപ്പോൾ ശർക്കര നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം.